പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനിവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ ഒരു 6:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൻ ഇന്ന് ജോലിക്ക് പോകണം. അപ്പോൾ മോന് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ മോന് 7:30 പോകണം. അപ്പോൾ കഴിക്കാനും കൊടുക്കണം, കൊണ്ടുപോകാനും വേണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പമൊക്കെ ചുട്ട് എടുത്ത് അവനെ കണക്കിനായിട്ട്, എന്നിട്ട് നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ട അരപ്പൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ്, ഒരു ഉരുളക്കിഴങ്ങും ഒരു പകുതി സവാളയും കൂടി ഇട്ട് കുക്കറിൽ ഒരു 4 വിസിൽ വരെ വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ വെന്തയിലേക്ക് ഞാൻ നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുത്ത്, എന്നിട്ട് നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഇത്തിരി ഒഴിച്ച് കൊടുത്ത് നമ്മുടെ കറി റെഡിയാക്കി എടുത്ത് അവനിനെ നമുക്കിനി ആഹാരം പാക്ക് ചെയ്യണം, എനിക്ക് കൊടുത്തു വിടാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോയി കറിയൊക്കെ ഒന്ന് റെഡിയായപ്പോൾ ഞാൻ പോയി പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും ഗ്രീൻ പീസ് കറിയും. എളുപ്പമാണ് കേട്ടോ കൂട്ടുകാർ ഇങ്ങനെ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ അടുക്കളത്തിൽ അവന് ആവശ്യമുള്ള അപ്പമൊക്കെ എടുത്ത് വെച്ച്, പിന്നെ ഒരു 2 മുട്ടയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ കഴിക്കണമെങ്കിൽ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അവൻ കാപ്പിയൊക്കെ കുടിച്ച് കറി ഞാൻ കുപ്പിയിലേക്കാക്കി അവന് കൊടുത്തു. അപ്പോൾ അവൻ ആഹാരമൊക്കെ കഴിച്ചു കേട്ടോ. ആ സമയം കൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ അവൻ ജോലിക്ക് പോകേണ്ട സമയമായി. അപ്പോൾ ഇറങ്ങി കേട്ടോ അവൻ ജോലിക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് പത്രം വായിക്കുകയാണ് അവൻ വണ്ടി എടുക്കാൻ പോയ സമയം കൊണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വലിയതുറ കടൽപ്പാലം ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അവിടുത്തെ കടലിൻ്റെ ഇതൊക്കെ. അപ്പോൾ കടൽ ശക്തമായി അടിക്കുന്ന തിരമാലയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി നിൽക്കുന്ന സമയത്ത് അവൻ വണ്ടി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് ഇച്ചിരി പാല് ഒക്കെ വാങ്ങിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അവൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ അമ്മേനെയും കൂടെ ഒന്ന് കടയിൽ ഇവിടെ ആക്കിത്തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ എന്നെ കൊണ്ടുപോയി നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു പലോഞ്ചന കടയിൽ ഇവിടെ ആക്കി തന്നു. അപ്പോൾ ഞാൻ ആ കടയിൽ പോയി. അപ്പോൾ ഈ കടയിൽ നിന്നാണ് കേട്ടോ നമ്മളിപ്പോൾ അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ പാല് ഇന്നലെ ഇല്ലായിരുന്നു, വാങ്ങിച്ചത് തീർന്നു പോയി. അങ്ങനെ ഞാൻ 2 പേർ പാലും വാങ്ങിച്ച്, ഒരു അജ്മലിൻ്റെ പുട്ടുപൊടിയും വാങ്ങിച്ച്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, തൊട്ടടുത്ത് തന്നെ, ദൂരമൊന്നുമില്ല. അപ്പോൾ ഞാൻ പാലും വാങ്ങിച്ച് കൊണ്ട് നടന്ന് വരികയാണ് വീട്ടിലേക്ക്. അപ്പോൾ ചേട്ടനും ഇളയവനും ഉണ്ട്. അപ്പം അവർ ഉറക്കമാണ് കേട്ടോ, അവർ എണീറ്റിട്ടില്ല. അപ്പം മൂത്തവൻ്റെ തന്നെ കുറേ തുണി ഉണ്ടായിരുന്നു നനയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് തുണിയൊക്കെ ഒന്ന് നനയ്ക്കാൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ഇപ്പോൾ ഒരു 7-7:30 മണി ആയിട്ടുണ്ട്. അപ്പം നേരം കണ്ടു കഴിഞ്ഞ് 12 മണി ആയതിൻ്റെ ഒരു ഫീലുണ്ട് കേട്ടോ. നല്ല വെയിലും ചൂടും ഒക്കെ ഇപ്പം തന്നെ ഉണ്ട് നമ്മളുടെ ഇവിടെ. അപ്പോൾ ഞാൻ നമ്മളുടെ കുടുംബശ്രീക്കാർ തന്ന കുടുംബശ്രീക്കാരുടെ വാങ്ങിച്ച ലിക്വിഡാണ് കേട്ടോ നമ്മുടെ തുണിയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് നനയ്ക്കാൻ വേണ്ടി അത് അവിടെ ഇട്ട് കൊടുത്ത്. അപ്പോൾ അമ്മ വന്ന്, അമ്മ പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. അപ്പോഴും നമ്മുടെ ആദ്യം ഇതുവരെ എണീറ്റിട്ടില്ല. ആ സമയം ഉണ്ടല്ലോ കൂട്ടുകാരെ, നമ്മളിവിടെ കറണ്ട് പോയ കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ട്, ചൂട് സമയത്താണെങ്കിൽ പോലും. അപ്പോൾ ഞാൻ നമ്മുടെ മരിച്ചിനെയൊക്കെ ഒന്ന് വെട്ടി കഴുകിയൊക്കെ എടുത്ത്, അപ്പോൾ മരിച്ചിനെയും അമ്മ പോയി വാങ്ങിച്ചുകൊണ്ടുവന്ന മീൻ വന്നിട്ട് നൊത്തോലിയും ഒരു ചൂരയും ഒരു കൊഴിയാളയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് കൊഴിയാളയും ചൂരയും പൊരിക്കാമെന്ന് വിചാരിച്ച് മരിച്ചിനെ അവിച്ച് എടുക്കുക, നൊത്തോലി കറിയും വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നൊത്തോലി കറി വയ്ക്കണ വീഡിയോ ഒക്കെ ഒരുപാട് പ്രശ്നം കാണിച്ചിട്ടുണ്ടല്ലോ കൂട്ടുകാരുടെ മുമ്പിൽ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുക്കാത്തത്. പിന്നെ അരയ്ക്കാൻ വേണ്ടി ആ സമയത്ത് കറണ്ടും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ മരിച്ചിനെയൊക്കെ കഴുകി നമ്മളുടെ അടുപ്പിലാക്കി കൊടുത്തിട്ട് ഇനി അവിടെയൊക്കെ ഒന്ന് ഒതുക്കം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മരിച്ചിനിയുടെ തോലൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഞാനൊന്ന് ഒതുക്കി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ടതിന് ശേഷം ബാക്കി പണി ചെയ്യാമെന്ന് പറഞ്ഞ് കറണ്ട് വരട്ടെ എന്നൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം കറണ്ട് വരുന്ന സമയത്ത് നമുക്ക് അരപ്പൊന്ന് അരയ്ക്കണം നമ്മളെ മുത്തോലും മീൻ കറി വയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഞാൻ ജാറിനകത്ത് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് എന്തോ കൂട്ടുകാർ ഭയങ്കര വിഷമം, രാവിലെ തുടങ്ങിയ ഒരു വിഷമമാണ് കേട്ടോ. ചില സമയത്ത് നമുക്ക് തോന്നൂലേ എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലെന്നുള്ളൊരു തോന്നൽ, അതെനിക്കൊന്നും ഉണ്ടായി കൂട്ടുകാരെ. എന്താണ് കാരണം എന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു, ഒരു വിഷമമൊക്കെ തോന്നിയ കേട്ടോ. എന്നാലും നമുക്ക് ജോലി ചെയ്യാമല്ലോ, നമ്മുടെ ജോലി നമുക്ക് ചെയ്യണ്ടേ, വീട്ടിലുള്ളവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ.
അങ്ങനെ ഞാൻ നമ്മുടെ കറണ്ട് വന്ന എളുപ്പത്തിന് വേണ്ടി നമ്മുടെ നെത്തോലി മീൻ കഴുകി വൃത്തിയാക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലേ, ഞാനൊരു തക്കാളിയും 2 പച്ചമുളകൊക്കെ എടുത്തുകൊണ്ട് വന്നേട്ടാ അരിഞ്ഞ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് പുളിഞ്ചിക്കയും കൂടെ ചേർക്കണം. അത് നമുക്ക് കറണ്ടൊക്കെ വന്നതിന് ശേഷം നമ്മുടെ മീൻ കറി ആവുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ മീനിൻ്റെ കൂട്ടിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. ഇനി അതവിടെ ഒന്ന് മാറ്റി വയ്ക്കാം എന്ന് വിചാരിച്ചു. അതിന് ശേഷം ഞാൻ വീണ്ടും നമ്മളുടെ അടുക്കളയിൽ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ ഇട്ട് ആ സമയമൊക്കെ ആവാറായപ്പോൾ നമുക്ക് കറണ്ട് വന്നേട്ടാ പെട്ടെന്ന്. അപ്പം ഞാൻ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മളുടെ പാത്രങ്ങളൊക്കെ എല്ലാം കിടന്നതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒതുക്കിയൊക്കെ വെച്ച് നമ്മുടെ മീൻ കറി തിളച്ച് സെറ്റായി. അപ്പോൾ നെത്തോലി മീൻ കറിക്ക് പച്ച വെളിച്ചെണ്ണത്തി ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മളുടെ കറി അങ്ങ് അടച്ച് മാറ്റി വെച്ച് എന്നിട്ട് നമ്മുടെ മീൻ പൊരിക്ക ഇട്ട് കൊടുത്ത്. ചൂരമീൻ ഇവിടെ ചേട്ടനും പിള്ളേരൊന്നും കഴിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അത് വലിയ കഷ്ണമായിട്ട് മുറിച്ചത് കേട്ടോ. അങ്ങനെ നമ്മളുടെ മീൻ പൊരിച്ചത് റെഡിയായി, നമ്മുടെ നെത്തോലി കറി റെഡിയായി. ഉച്ചത്തേക്ക് വേണ്ട മരിച്ചിനി മുറിച്ചവിച്ചത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ എണീറ്റ് വീടൊക്കെ ഞാൻ തൂത്തുവരാനിട്ട് ഞാനൊന്ന് തൂത്തുവരാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ തുണിയൊക്കെ അവിടെ തൂത്തൊക്കെ വരി വൃത്തിയാക്കി. ആ സമയത്ത് ഞാൻ നമ്മുടെ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടത് റെഡിയായി കേട്ടോ. പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ നല്ല വിശന്ന്, രാവിലെ ഞാനിന്ന് കാപ്പി കുടിച്ചില്ല, അപ്പോൾ എനിക്ക് വിശന്നു. അപ്പം ആദ്യത്തേനും മരിച്ചിനി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആദ്യം കൂടെ ഇട്ട് മീൻ കറിയും മരിച്ചിനിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിക്കാൻ വേണ്ടി തുടങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു കൂട്ടുകാരെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ച്. ചേട്ടൻ കഴിച്ചിട്ടില്ല, ചേട്ടനുണ്ട്, ചേട്ടന് പിന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പം നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്, ടാറ്റാ, സീ യു.